ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ റെക്കോർഡഡ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ലോഗിൻ ചെയ്തത്. ഇപ്പോൾ 9:51 ആയിട്ടുണ്ട്. മാർക്കറ്റൊക്കെ ഓപ്പൺ ആണ്. ഫസ്റ്റ് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് മാർക്കറ്റ് എന്ന് ഓപ്പൺ ആയെന്നും ഇപ്പോൾ എവിടെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഗ്ലോബൽ ഇൻഡൈസസിൽ ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ച് ഡൗൺ ആയിട്ടാണ് കാണിക്കണത്. പിന്നെ ഡൗ ജോൺസും നാസ്ഡാക്കും ഡൗൺ ആണ്. നാസ്ഡാക്ക് അപ്പാണ്, ഡൗ ജോൺസ് ഡൗൺ ആയിട്ട് കാണിക്കണത്. പിന്നെ സിംഗപ്പൂർ, ജപ്പാൻ അപ്പാണ്, സിംഗപ്പൂർ ഡൗൺ ആണ്. ഓൾമോസ്റ്റ് ഒരു ചോപ്പി മാർക്കറ്റാണെന്ന് കാണിക്കണേ. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട്. ഇനി പറയാൻ പറ്റില്ല എങ്ങനെ മൂവ് ചെയ്യുമെന്നുള്ളത്. നമുക്ക് നിഫ്റ്റി തന്നെ പോയി നോക്കാം. ഓക്കെ, നിഫ്റ്റീൻ്റെ ചാർട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കിത് കാണാം. ഇത് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ആയിരിക്കുന്നത് 24,633. നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടല്ലോ. ഫോൾ വന്നു. അത് മിസ്സായി. നല്ലൊരു ഫോളായിരുന്നു. അത് കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇത് വെരിഫൈ ചെയ്യാം. ഇത് ഓപ്പൺ അയക്കുന്നത് 24,633 എന്നാണ്. അപ്പോൾ 633 എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. എന്നിട്ട് പിന്നെ കയറി പോയേക്കണാണ് ഈ കാണുന്നത്. ഓക്കെ, മേളിൽ പോയി വീണ്ടും താഴേക്ക് തന്നെ വന്നു. വീണ്ടും ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ. അപ്പോൾ അതുപോലെ നമുക്ക് ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം നമുക്ക് 24,700 റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ നിന്ന് അടിച്ച് താഴേക്ക് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 24,500 വരെയൊക്കെ നന്നായിട്ട് പോകും താഴേക്ക്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഒരു ട്രേഡ് എടുക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ 24,150 ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ്. 24,200 നോക്കാം. ഓക്കെ, ഒരു പുട്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് കൂടി നോക്കട്ടെ. അത് ഡൗൺ പോകുന്നുണ്ടോ, EMA ബ്രേക്ക് ചെയ്യുമോ കൂടി നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് റിവേഴ്സ് ആവും. പക്ഷെ അവിടെ നമുക്ക് താഴേക്ക് പോരുകയാണെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് താഴേക്ക് പോരാനായിട്ട്. നല്ല ലിക്വിഡിറ്റി കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരെണ്ണം എടുക്കാം. ഒരു 500 വരെയൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു നോക്കട്ടെ. ഇതിപ്പോൾ 1 മിനിറ്റും കൂടി ഉള്ളു. അടുത്ത ക്യാൻഡിൽ എവിടെ ഓപ്പൺ ആവുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് എടുക്കാം. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന എവിടെയെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഒരു 55 സെക്കൻഡ് കൂടി ഉള്ളൂ ആ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. ഇത് താഴേക്ക് തന്നെയാണോ? അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് നോക്കാം. കാരണം ഇവിടെ നല്ലൊരു ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ടിംഗ് സ്റ്റാർ കഴിഞ്ഞാൽ പിന്നെയാണ് നല്ലൊരു അടി താഴേക്ക് വന്നേക്കണത്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോരുകയാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഇവിടെ വേറെ സപ്പോർട്ട് ലെവലൊന്നും കാണുന്നില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ലെവലിലാണ് 550 താഴെ, 550 അടുത്ത്. ഇന്നത്തെ ഓപ്പണിങ് ക്യാൻഡിൽ ക്രോസ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് റെഡ് ആണോ? റെഡ് ആവുകയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസം ലോസ് കിട്ടിയോണ്ടേ ഒരു ഭയം. എന്തായാലും എടുക്കാം. 200 എടുക്കാം. ഒരു ലോട്ട് എടുത്തിട്ടുണ്ട് 200. ഓക്കെ, എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. 200 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ 46.65 അല്ല, അപ്പോൾ ഒരു 38.65. കമോൺ, ഇത് നല്ല ലോസ് കൊണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 38.65 എന്തായാലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതിന് കൂടുതൽ പോകണ്ട. 38.65 സെൽ. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. ക്ഷമിക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ട്. അപ്പോൾ ഞാനിന്നൊരു ട്രേഡ് എടുത്തുള്ളൂ. ആ ട്രേഡാണെങ്കിൽ SL അടിച്ചു. അതിന്ന് മാർക്കറ്റ് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. പിന്നെ കറക്റ്റ് ടൈമിലായിരുന്നു ട്രേഡ് എടുത്തത്. അതായത് ഇവിടുന്ന് ട്രേഡ് ഞാൻ എടുത്തു. ഈ പോയിന്റിൽ ക്രോസ് പോയിന്റിൽ ട്രേഡ് എടുത്തിട്ട് താഴെ ഇവിടെ വരെ വന്നു. പക്ഷേ ഇവിടെ വരെ വന്നെങ്കിലും എനിക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലോസിൽ തന്നെ ആയിരുന്നു. ലോസ് തന്നെ കാരണം പെട്ടെന്നായിരുന്നു DK അടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റിലേക്ക് ഉണ്ടായി. ഞാൻ എടുത്ത സമയം മുതലേ ലോസ് തന്നെ കാണിച്ച് പെട്ടെന്ന് തന്നെ SL അടിച്ച്
കഴിഞ്ഞു. പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്ന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യം കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ രാവിലെ ഞാൻ ഗ്ലോബൽ ഇൻഡെക്സസൊക്കെ ചെക്ക് ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് കിട്ടിയിരുന്നത്. കാരണം കുറച്ച് ഒരു പകുതിയോളം പോസിറ്റീവും പകുതിയോളം നെഗറ്റീവായിട്ട്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ നമുക്ക് റെഡും ഗ്രീനും കാണാമായിരുന്നു. അതുപോലെ യൂറോപ്പ് മാർക്കറ്റിലാണെങ്കിലും അങ്ങനെ കാണാമായിരുന്നു. പിന്നെ US മാർക്കറ്റിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഏകദേശം തീരുമാനിച്ചിരുന്നത് സൈഡ് വേസ് ആയിരിക്കുന്നു. പക്ഷേ നല്ലൊരു എൻട്രി ചാൻസ് കണ്ടപ്പോഴാണ് അതെടുത്തത്. ഓക്കെ, പിന്നെ മാർക്കറ്റല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ പിന്നെ സൈഡ് വൈസ് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും പിന്നെ അങ്ങനെ ഒരു നല്ലൊരു എൻട്രി പോയിൻ്റ് കണ്ടപ്പോൾ ചാടിയെടുത്തതാണ്. അതായത് ഞാൻ OTM എടുത്തുകൊണ്ടാട്ടോ അത്രയും, ഞാൻ ഫാർ ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം നല്ല DK കാണിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നോക്കാം. ഭയങ്കര മാർക്കറ്റ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നാളെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടും, അപ്പോൾ ഡൗൺ അറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ലോസാണ്. എന്തായാലും നോക്കാം, ലോസൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്ത് പോവാം അടുത്ത ദിവസം ട്രേഡുകളിലൊക്കെ. ഓക്കെ, അപ്പോൾ അതുവരെ ഗുഡ് ബൈ, നാളെ കാണാം.